നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 നാടകീയ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കിടയിൽ എന്താണെന്ന ക്ലാരിഫിക്കേഷനുകൾ മോഹൻലാൽ നടത്തിയിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ക്ലാരിഫിക്കേഷനായിരുന്നു ഇത്. ഇരുവരുടെയും ചില വീഡിയോയും ഷോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ വളരെയധികം ഇമോഷണലായാണ് ജാസ്മിനെയും ഗബ്രിയെയും ബിഗ് ബോസ് വീട്ടിൽ കണ്ടത്. ഇന്ന് രാവിലെ മുതൽ വളരെ ഗ്ലൂമിയായിരുന്നു ജാസ്മിനും ഗബ്രിയും. ഇടയിൽ മൈക്ക് ധരിക്കണമെന്ന് പറഞ്ഞ് ജിൻഡോയുമായി ജാസ്മിൻ തർക്കത്തിലേർപ്പെട്ടു. എന്നാൽ ജാസ്മിൻ മൈക്ക് ധരിക്കാനും കൂട്ടാക്കിയില്ല. ഒടുവിൽ ബിഗ് ബോസിന് പറയേണ്ടി വന്നു. ഇത് കൂവിയാണ് ജിൻഡോ വരവേറ്റത്. ജാസ്മിനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതോടെ കൺട്രോൾ വിട്ട് ജാസ്മിൻ കരയുകയായിരുന്നു. ലവ് ട്രാക്ക് മാറ്റി സെന്റിമെന്റ് പിടിക്കുകയാണ്. വിട്ടുപോടെ, ഇതൊക്കെ കുറെ കണ്ടതാണെന്നായിരുന്നു ജിൻഡോയുടെ സംസാരം. ഈ സമയം പൊട്ടി കരയുന്നുണ്ട് ജാസ്മിൻ. പിന്നാലെ കൺഫെക്ഷൻ റൂമിലേക്ക് വരാൻ ബിഗ് ബോസ് വിളിച്ചെങ്കിൽ അലറി കരയുകയാണ് ജാസ്മിൻ ചെയ്തത്. എനിക്ക് വയ്യ, എനിക്ക് പോണ്ട, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല, ഞാനൊന്നും ചെയ്തില്ലടി, എനിക്ക് പറ്റുന്നില്ലടാ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നിങ്ങനെ റസ്മിനെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാനാകാതെ കണ്ണീരണിഞ്ഞ ഗബ്രിയെയും കാണാനായി. പിന്നാലെ ബിഗ് ബോസ് നിർദ്ദേശപ്രകാരം ജാസ്മിനെ കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നാടകം പഠിച്ചു വെക്ക്, ആവശ്യം വരുമെന്നാണ് ഇടവേളയിൽ സായ് ശരണിയോട് പറഞ്ഞത്. ഇത്രയും സങ്കടപ്പെടാൻ മാത്രം ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ബിഗ് ബോസ് ജാസ്മിനോടും പറഞ്ഞത്. ഇതിന് വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് സംഭവിക്കുന്നു, എനിക്ക് തിരിയാനും മറിയാനും പറ്റുന്നില്ല, കരയാൻ, ദേഷ്യപ്പെടാൻ, ചിരിക്കാൻ ഒന്നും പറ്റുന്നില്ല, എന്നെ ഇതിന് കൊള്ളത്തില്ല, എനിക്ക് ചിന്തിക്കാനൊക്കെയുള്ള കഴിവ് പോയി, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഞാനേ അല്ല റസ്മിനെ, എൻ്റെ വിഷമത്തിന് കാരണം ഗബ്രിയല്ല, അവൻ എൻ്റെ മുന്നിൽ കരഞ്ഞു, എന്തൊരു മനുഷ്യന്മാരാണ്, എനിക്ക് ആരെയും കാണണ്ട, പുറത്ത് സപ്പോർട്ടുള്ളത് കൊണ്ടല്ലേ ജിൻഡോയ്ക്കൊപ്പം എല്ലാവരും പോകുന്നത്, എനിക്കും അവനും ഒരേ ജീവിതമില്ലേ, കുടുംബമില്ലേ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി. ജാസ്മിൻ, നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നു. സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നും ബിഗ് ബോസ് അറിയിച്ചു. ഇതിനിടെ ജാസ്മിൻ എല്ലാവരുടെയും ഇടയിലിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ആകുന്നു. ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താമോ എന്ന് അപ്സര ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ആലോചിച്ച് പറയാമെന്ന് ബിഗ് ബോസ് മറുപടി നൽകി. ഇതിനിടെ ഗബ്രിക്ക് വയ്യാതായി. ആരോടും മിണ്ടാതിരുന്ന ഗബ്രിക്ക് സൈക്കോളജിസ്റ്റിന്റെ സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഗബ്രിക്കാണ് ഇവിടെ പ്രശ്നം വന്നതെന്നും ജാസ്മിൻ നാടകം കളിക്കുന്നു എന്നെല്ലാമാണ് മറ്റു മത്സരാർത്ഥികൾ പറയുന്നത്.